ഞങ്ങളിപ്പം എടുക്കുന്ന മുറിഞ്ഞാമാടിലെ ഇരുട്ടുമുയി, അതായത് ഇരുട്ടുമുയി എന്ന സ്ഥലത്ത് മുറിഞ്ഞാമാടിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ എന്തിനൊന്നാ ഫിഷിങ്ങിന് വന്നാ അല്ലേ. അപ്പോൾ നമ്മളെ കുറച്ച് കൂട്ടുകാരുണ്ട്, ഞങ്ങൾ കുറച്ച് വൈകി എത്തി. സ്ഥലമൊക്കെ കണ്ടോളി ഗൈസ്, അടിപൊളി സ്ഥലം. അപ്പം നമ്മളെ ചെക്കന്മാരെ കാണിച്ചു തരാം. സൺഡേ ആയതുകൊണ്ട് ഇന്ന് എല്ലാവരും ലീവാണ്. ഗൈസ് നമ്മളെന്താ ഏരെന്താ മെയിൻ പിടുത്തക്കാരനോടെ നമ്മളെ കൂട്ടത്തിലെ അല്ലാ അതവിടെ എത്തി. മീൻ കിട്ടിയോ? ഇത് നമ്മള് പുറത്തുനിന്ന് ഇറക്കിയ ആളാണ്, കൊല്ലത്തുനിന്ന് ഇറക്കിയ ആളാണ് മീൻ പിടുത്തക്കാരൻ. ഒരായി അണ്ണ ഹായ് ബോയ്സ്. ഒരായി അണ്ണ കഴിയില്ല. ഇത് വെള്ളത്തിന്റെ സെന്ററിൽ ഒരു മുതലുണ്ട് ഗൈസ്. മുതലിനെ വക വെക്കാതാണ് ഞങ്ങളൊക്കെ ഇവിടെ മീൻ പിടിക്കുന്നത്. നമ്മളെ പണം കരിമീന ചോദിക്കൊന്നുകൊണ്ട് നോക്കടാ. എന്താ പണിയല്ലേ നമ്മള് മീൻ പിടിക്കാനുള്ള ചൂണ്ടലൊക്കെ റെഡിയാക്കി. ഇതിനെന്താ നമ്മള് ചെയ്യണേ? മൈദ അല്ലേ, മൈദ മുട്ടൊക്കെ ചേർത്തിട്ടാണ് ഈ സംഗതി ഉണ്ടാക്കുന്നത് അല്ലേ. മൈദിന്റെ പൊടിയൊക്കെ നമുക്ക് എടുക്കാം. എന്താണ് നമ്മളെ മീൻ പിടുത്തത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്? ഒരു മീൻ കിട്ടണമെങ്കിലും, അതായത് ഈ മീൻ പിടിച്ചാന്ന് പറഞ്ഞാല് എന്താ ഉദ്ദേശിക്കണത്? ഇതൊരു ആരാണ്, ഒരു വൈബാണ്. അതിനാണ്. അതായത് നമ്മള് കുറെ എന്താ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കുറെ മീൻ പിടിച്ചാൽ അതല്ല ഉദ്ദേശം. വൈകുന്നേരം നമ്മള് നാട്ടിലിങ്ങനെ വെറുതെ വന്നപ്പോ എന്ത് ചെയ്ത് നമുക്കിതൊന്ന് ഒരു വൈബാക്കാനും വേണ്ടി വന്നതാണ് അല്ലേ. ഇതൊക്കെ ഞാൻ പിടിച്ചാൽ ഇജ് പിടിച്ചാ ഞങ്ങളെ പിടിച്ച മീൻ ഗൈസ് കണ്ടോക്കി. ഇത് കരിമീന്റെ ചെറിയ കുട്ടിയാണ്. ഇത് വലുതാവുമ്പോഴാണ് ഇത് കരിഞ്ഞ മീനാവുള്ളൂ. അതിനാണ് കരിമീനാണ്. ഉണ്ടോ ഇത് തവളാച്ച നായി കോട്ടിയോ? ഈ മീനിനെ കുറിച്ച് നമ്മളിപ്പോ പിടിക്കാൻ ഇപ്പൊ ടൈം എത്രയായി? 6:30 നമ്മൾ എത്ര മണിക്ക് ഇവിടുന്ന് പോവാ? നമ്മള് ഇവൽക്കൊക്കെ ഒരു കരിമീൻ കിട്ടിയാലേ കരിമീൻ പിടിച്ചാലുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. ആർക്കും ഒന്ന് കിട്ടിയാലേ നമുക്ക് പ്രശ്നമില്ല. ഇവിടുന്ന് കിട്ടില്ല റാസിന്റെ പേരത്തെ കൊളത്ത് പോയിടും. അത് പോയ അവന്റെ വാപ്പ പിന്നെ അന്ന ഗ്രില്ല് പിന്നെ മീൻ കിട്ടേണ്ടത് പണ്ടാറോ മീൻ നമുക്ക് എത്തിയും കാട്ടാം. ഇല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിയിട്ടെങ്കിൽ ചൂടിൽ അർഷാദ് പിടിച്ചേ കിട്ടോക്കി കൊത്തിരില്ല. എന്നിട്ട് കൊത്തിരില്ല കിട്ടിയാ നൈസേക്കാരം നമുക്ക് പൊള്ളിക്കും. ഞങ്ങൾ ഗ്രില്ലിടും. അതാണ് നമ്മള് അവിടെ ഇങ്ങനെ ഇളകണ കണ്ടൽക്കാടിന്റെ അവിടെയാണ് കരിമീൻ ഉണ്ടാവുക. പക്ഷെ മണ്ടന്മാര് ഇവിടെ വന്നിട്ട് പിടിച്ച ഇവരൊക്കെ മണ്ടന്മാരാ. കാരണം ഞങ്ങൾ ടീംസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാരും ഒരേ മെയിൻഡാ, ഒരേ ബുദ്ധി. അതാണ് ആരും കഴിച്ചിട്ടാണ് നോക്കിയാല് അടുത്തടുത്ത് മീൻ പിടിച്ചിട്ട് ഒരുത്തപ്പ. വേറെ സംഗതി ഉണ്ട് അതാ, വേറെ ആളുണ്ട് മീൻ പിടിച്ച നീക്കാൻ ഐക്കനെ പിന്നിട്ട് എന്നിട്ടും കൊത്തണില്ല. എടാ പൊട്ട ചൂണ്ടല വൈക്ക് പോവാണ് എന്നിട്ട് മീൻ കൊത്താന്ന്. അപ്പൊ നമ്മൾ ഏത് മൂടാണ്? നല്ല മൂടാണ്. പൊളി മൂടല്ലേ? മീൻ കിട്ടി മീൻ കൊത്തിയാല് വലിച്ചരുത്. മീൻ പോയതിനു ശേഷം വലിച്ചോ. മീൻ പിടിക്കാൻ വേണ്ടി പുതിയൊരു ലൊക്കേഷനൊക്കെ നമ്മൾ പോണത് ഗൈസ്. നോക്കൂ, കാണിച്ചു തരാം. അടിപൊളി പ്ലേസാണ്. നിങ്ങളിങ്ങനെ ഈ ഇതിൽ വിഷ്വലിൽ ഇങ്ങനെ കാണുന്നുണ്ടാവും. ചെറിയ എന്തൊക്കെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ പോണത് ഉണ്ടോ. സ്ഥലം ഇത് പണ്ട് കാലത്തുണ്ടായിരുന്ന ബാത്റൂമിൽ ആദ്യം ഒരു എന്താ പറയുക BC 1430 മുമ്പ് ഉള്ളൊരു ബാത്റൂം. അത് ഉണ്ടോ, ഇതിമേ ഇരിക്കുക. അടിപൊളി പ്ലേസ്.
കുറുക്കന്മാരുണ്ട് കേസ് ഇവിടെ. ഏ സാധനടാ കജ്ജി വണ്ടി? ഇതാണ് തോണി. ഇതിനെന്താ പറയല്? തോണി എന്നല്ല പറയാ, പങ്കായോ? അതിന് പങ്കായോ? അല്ല, നമ്മളെ ഈ നാട്ടിൽ എന്താ പറയാ ഇതിന്? ബോട്ട് എന്ന് പറയാ. തോണി. അപ്പൊ ഇജ്ജ് നിക്കണം വള്ളല്ലേ? അത് വെള്ളം. മലയാള ഭാഷയില് എങ്ങനെയാണ്? ഇത് വെള്ളം, ഇത് വെള്ളം, അത് വള്ളം. അത് വള്ളം. അപ്പൊ രണ്ട് ചെറിയൊരു ഇതിന് വ്യത്യാസമുള്ളൂ. നിഷാദ് വളക്കി വീട്. വളക്കി വീട്. എന്താണ് നമ്മളെ ഈ ഫിഷിങ്ങിനെ പറ്റി നമുക്ക് പറയാനുള്ളത്? നല്ലൊരു അഭിപ്രായമാണ്. പക്ഷെ ഒറ്റ മീന് കുടുങ്ങണില്ല. മീൻ നമ്മൾ ഈ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്നിട്ട് ചൂണ്ടിലിട്ടിട്ട് പെട്ടെന്ന് കിട്ടൂല. ഇതിന് ക്ഷമ വേണം. വന്നിട്ട് ഒരു മണിക്കൂറായി, ചിലപ്പോ 2-3 മണിക്കൂർ കിട്ടുള്ളൂ. അങ്ങനെ തന്നെ നമ്മൾ വലിയ പുറത്തുകാരൊന്നല്ലോ, എക്സ്പെർട്ട് ഉള്ള ആൾക്കാരല്ലോ. എക്സ്പെർട്ട് അല്ല ആളാണ് ആഷിക്ക്. പക്ഷെ ഇതിൽ ഒറ്റ മീൻ കിട്ടില്ല. കോയിന് അങ്ങനെ പ്രശ്നം ഉണ്ടല്ലേ? വേറെ ആള് അല്ല, ഓ എത്തിനെ കൂക്കണറിയ കണ്ടോ? അവിടെ ഉണ്ടോ കുറച്ച് പെൺകുട്ടികള്, അവിടെ കുറച്ച് കുട്ടികളുണ്ട്. അതിനും വേണ്ടിയാണ് ഈ നിഷാദ് ഇങ്ങനെ കൂക്കണ കണ്ടോ? അവസാനത്തെ അടവാണ്. മീൻ കിട്ടാത്തോണ്ട് തോണിന്റെ അകത്തോട്ട് കേറിയിട്ട് മീൻ പിടിക്കാണ് കാണുന്നത്. അകത്ത് ചെറിയ വെള്ളം. എടാ മോനെ, ഇങ്ങോട്ട് നോക്ക്. അന്റെ 2 കാലം അകത്തോട്ട് നോക്ക്.